For the first time in centuries, researchers have uncovered what's believed to be Jesus' tomb inside the Church of the Holy Sepulchre. 2000 വർഷത്തിനു ശേഷം വിശ്വാസത്തിന്റെ കേന്ദ്രമായിരിക്കുന്ന ഒരു പുരാതന മുദ്രവച്ച കല്ലറയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന കാര്യമൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വിറയലുണ്ടാകും അല്ലേ? ഇതൊരു സാധാരണ മനുഷ്യന്റെ കല്ലറയല്ല, ഇത് യേശുക്രിസ്തുവിന്റെ ശരീരം വെച്ചിരുന്ന കല്ലറയാണ്. What the evidence suggests is the tomb of Jesus of Nazareth and a lot of his family. കല്ലറ തുറന്നപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി. മാത്രമല്ല, ട്യൂറിനിലെ യേശുവിന്റെ മുഖം എങ്ങനെ പതിഞ്ഞു എന്ന ചോദ്യം നൂറ്റാണ്ടുകളായിട്ട് പലരും ചോദിക്കുന്നുണ്ട്. അതിനുള്ള വ്യക്തമായ കാരണം ആ കല്ലറ തുറന്നപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. സുവിശേഷങ്ങളിൽ പറയുന്നതനുസരിച്ച് ക്രൂശിൽ മരിച്ചതിന് ശേഷം യേശുവിനെ അടക്കം ചെയ്ത അതേ കല്ലറയാണിത്. അതായത് 3-ാം ദിവസം ശൂന്യമായിട്ട് കണ്ടെത്തിയ അതേ കല്ലറ. ലോകത്തെ തന്നെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു വിശ്വാസത്തിന് കാരണമായ സംഭവമാണത്. എന്നാൽ ആ കല്ലറ ഇന്ന് ആരെങ്കിലും തുറന്നാലോ? അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത്രയും കാലം കഴിഞ്ഞ് ആ കല്ലറ തുറക്കുമ്പോൾ അതിൽ നിന്ന് പല രഹസ്യങ്ങളും നമുക്ക് അറിയാൻ കഴിഞ്ഞാലോ? We know this is the exact site that was identified 1700 years ago that to this day remains a focal point of Christian pilgrimage. ഈ കല്ലറ തുറന്ന സമയത്ത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് സംഭവിച്ചതെന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ചും വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഇതിൻ്റെ ചരിത്രം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അന്നത്തെ കാലത്ത് പലരെയും ഇണ്ടാതാക്കിയ ഒരു സംഭവമാണിത്. ഇതെല്ലാം ആരംഭിച്ചത് യെരുശലേമിൻ്റെ ഹൃദയഭാഗത്താണ്. അവിടെ ചില പുരാവസ്തു ഗവേഷകർ, ശാസ്ത്രജ്ഞർ, മതപണ്ഡിതന്മാർ എന്നിവരുടെ ഒരു സംഘം ഒരു ചരിത്ര നിമിഷത്തിനു വേണ്ടി ഒത്തുകൂടി. യേശുവിനെ അടക്കം ചെയ്ത സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന കല്ലറ തുറക്കാൻ വേണ്ടിയാണ് അവർ ഒത്തുചേർന്നത്. ഹോളി സപ്പുൾക്കർ ചർച്ചിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം നൂറ്റാണ്ടുകളായിട്ട് ആരും തന്നെ അതിനെ സ്പർശിച്ചിട്ടില്ല. പൊടി, കല്ല്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സംഘം നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ വാർത്ത അറിഞ്ഞ ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള ആളുകളും അകത്ത് എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നും, ഇനി ക്രിസ്തീയ വിശ്വാസത്തിന്റെ തന്നെ ഏറ്റവും പരമപ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നിനെ ഉറപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഉടച്ചു കളയുന്നതുമായ തെളിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നും ചിന്തിച്ചു. സത്യത്തിൽ വിശ്വാസികൾക്ക് ഇതൊരു പുരാവസ്തു ഗവേഷണം എന്നതിനേക്കാൾ വലുതായിരുന്നു. കണ്ടെത്തലുമായി കൂട്ടിയോജിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു നിമിഷമായിരുന്നു അത്. യേശു ക്രൂശിൽ മരിച്ചതിന് ശേഷം അരിമത്യക്കാരനായ യോസഫ് എന്ന ധനികൻ യേശുവിന്റെ ശരീരം എടുത്ത് യോസഫിനു വേണ്ടി സ്വന്തമായി ഒരുക്കി വെച്ചിരുന്ന ഒരു പുതിയ കല്ലറ ഉണ്ടായിരുന്നു. അതിൽ ശരീരം വെച്ചു എന്ന് ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. യോസഫ് യേശുവിന്റെ ശരീരം എടുത്ത് നല്ല വൃത്തിയുള്ള ഒരു ലിനൻ തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയെടുത്ത് സ്വന്തം കല്ലറയിൽ വെച്ചു. അതിനുശേഷം കല്ലറയുടെ വാതിലിന് മുന്നിൽ വെച്ചിരുന്ന ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചതിന് ശേഷം അവൻ പോയി. ആ കല്ലറ ഒരു വലിയ കല്ലുകൊണ്ട് അടച്ചു. യേശുവിന്റെ ശരീരം ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി റോമൻ കാവൽക്കാരെ അതിന്റെ മുമ്പിൽ നിർത്തി. പക്ഷേ 3-ാം ദിവസം ആയപ്പോൾ എല്ലാം മാറി. യേശു ഇവിടെ ഇല്ല. അവിടുന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ശൂന്യമായ കല്ലറയിൽ ദൂതൻ പറഞ്ഞ ഈ കാര്യം ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയായി മാറി. എന്നാൽ ഇപ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ശാസ്ത്രജ്ഞർ ഈ സ്ഥലത്തിനു മുന്നിൽ തന്നെ അതിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായി. ശാസ്ത്രജ്ഞരുടെ സംഘം നൂറ്റാണ്ടുകളായിട്ട് അടിഞ്ഞുകൂടിയ എല്ലാ അവശിഷ്ടങ്ങളും ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്ത സമയത്ത് ആ കല്ലറ കണ്ടു. അതിന് നല്ല പഴക്കമുണ്ടായിരുന്നു. എന്നിട്ടും ആ കല്ലറയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അതിന്റെ കൽഭിത്തികൾ, ആ ശവകുടീരം, യേശുവിന്റെ ശരീരം വെച്ചിരുന്ന സ്ലാബ് പോലും ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ടാണ് ഇരുന്നത്. എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരെയും ശരിക്കും ഞെട്ടിച്ച ആദ്യത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കല്ലറ തുറന്ന സമയത്ത് കല്ലറയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചതായിട്ട് ഒരുപാട് പേർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ശാസ്ത്രജ്ഞർ പോലും ഞെട്ടിയ കാര്യമെന്ന് പറഞ്ഞാൽ, ആ കല്ലറ തുറന്ന സമയത്ത് ഒരു പ്രത്യേക ഇലക്ട്രോ മാഗ്നറ്റിക് വൈബ്രേഷൻ, അതായത് വൈദ്യുത കാന്തിക വികിരണം അനുഭവപ്പെട്ടു എന്ന് പറയുന്നു. വാക്യൂം UV എന്ന ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വൈബ്രേഷനെ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഉപകരണങ്ങൾക്കും അളക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും ശക്തമായിരുന്നു. ഇതിൽ നമ്മെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് ആളുകൾ സമ്പാദിക്കുന്ന വിഷയമായ ട്യൂറിനിലെ യേശുവിന്റെ രൂപം എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ്. അതായത് യേശുവിനെ അടക്കിയ സമയത്ത് പുതിയ ലിനൻ തുണിയിൽ പൊതിഞ്ഞു വെച്ചുവല്ലോ, ആ തുണിയിൽ യേശുവിന്റെ രൂപം പതിഞ്ഞു എന്നതാണ്. ഒരു ലിനൻ തുണിയിൽ ഒരു മനുഷ്യന്റെ ശരീരം പതിയണമെങ്കിൽ 34,000 ബില്യൺ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് അത്യാവശ്യമാണ്. ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള വാക്യൂം അൾട്രാവയലറ്റ് റേഡിയേഷനേക്കാൾ ഇത് 10 മടങ്ങ് കൂടുതലാണ്. ഇത്രയും ശക്തിയേറിയ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു യേശുവിന്റെ കല്ലറ തുറന്നപ്പോൾ രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇറ്റലിയിലെ യേശുവിന്റെ തിരുക്കച്ച
കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടതല്ല എന്ന് പലരും വാദിക്കുന്നു. മാത്രമല്ല, ആ കല്ലറ തുറന്ന ഉടൻ തന്നെ ആ പ്രദേശം മുഴുവനും ഒരു പ്രത്യേക സുഗന്ധം വ്യാപിച്ചു എന്ന് അവിടെ ഉണ്ടായിരുന്ന പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ വാർത്തയെക്കുറിച്ച് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ശരിക്കും ഞെട്ടിച്ച രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ എന്ത് കണ്ടെത്തി എന്നാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അവരെന്ത് കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് അവശിഷ്ടങ്ങളോ അസ്ഥികളോ ശരീരത്തിന്റെ ഭാഗങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ കല്ലറ ശൂന്യമായിരുന്നു. ഇതിൽ അത്ഭുതപ്പെടാൻ ഒന്നും ഇല്ലല്ലോ എന്ന് ചിലർ ചോദിക്കുമായിരിക്കും. എന്നാൽ എല്ലാത്തിനുമുപരി ക്രിസ്തീയ വിശ്വാസം യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്ലറ ശൂന്യമാണ് എന്നത് ക്രിസ്ത്യാനികൾക്ക് ഒരു പുതിയ കാര്യമല്ല. ക്രിസ്തുമതം നിലനിൽക്കുന്നതിന്റെ കാരണം തന്നെ അതാണ്. എന്നാൽ അതിനകത്ത് നിന്ന് സ്വന്തം കണ്ണുകൊണ്ട് ആ അത്ഭുതം കാണുക എന്നത് തന്നെ ഒരു ഭയങ്കര അനുഭവമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യത്തിന്റെ സ്ഥിരീകരണമായിരുന്നു ഇത്. യേശു മരണത്തെ ജയിച്ചു, അതുകൊണ്ട് കല്ലറ ശൂന്യമായിരുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? 1 കൊരിന്ത്യർ 15:55 യേശുവിന്റെ കല്ലറ ഇപ്പോൾ തുറന്നത് ഒരു ഭൗതിക തെളിവുകൾ എന്നതിനെക്കുറിച്ച് മാത്രമുള്ളതല്ല, അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ളതാണ്. ശൂന്യമാക്കപ്പെട്ട കല്ലറ ക്രിസ്തീയ സന്ദേശത്തിന്റെ കാതലാണ്. ഇത് പ്രതീകപ്പെടുത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യത്തേത് മരണത്തിന്മേലുള്ള വിജയം. യേശുവിന്റെ പുനരുത്ഥാനം അർത്ഥമാക്കുന്നത് മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല എന്നാണ്. യേശു മരണത്തെ പരാജയപ്പെടുത്തി തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ വാഗ്ദത്തം ചെയ്തു. രണ്ടാമത്തത് പ്രവചനത്തിന്റെ പൂർത്തീകരണം. മിശിഹ കഷ്ടപ്പാടുകൾ സഹിച്ച് അതിനുശേഷം മരിക്കുകയും പിന്നെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പഴയ നിയമം പ്രവചിക്കുന്നുണ്ട്. യേശു ആ എല്ലാ പ്രവചനങ്ങളും നിറവേറ്റി താൻ ആരാണ് എന്നുള്ളത് തെളിയിച്ചു. മൂന്നാമത്തേത് വിശ്വാസത്തിലേക്കുള്ള ഒരു ആഹ്വാനം. ക്രിസ്തുമതം ചില കെട്ടുകഥകളിലോ അല്ലെങ്കിൽ പുരാണ കഥകളിലോ അല്ല അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ഇന്നും ജീവിക്കുന്ന ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ആ കല്ലറ ശൂന്യമാണ്. യേശു അവളോട് പറഞ്ഞു, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നയാൾ മരിച്ചാലും ജീവിക്കും. ഇതിന്റെ കാതൽ വിശ്വാസമാണ്. ബൈബിൾ വിശ്വാസത്തെ ഇങ്ങനെയാണ് വിവരിക്കുന്നത്: വിശ്വാസം എന്നത് നാം പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും നമുക്ക് അദൃശ്യമായ കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമാണ് വിശ്വാസികൾക്ക് പ്രത്യാശ നൽകുന്നത്. യേശുവിന്റെ ശരീരമോ അല്ലെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ തെളിവോ കാണാതെ പോലും ദശലക്ഷക്കണക്കിന് ആളുകൾ മരണത്തെ ജയിച്ച യേശുവിന്റെ വിജയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ വിശ്വാസം രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നിസ്തുലപുത്രനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകാതെ നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് അവിടുത്തെ പുത്രനെ യാഗമായി അർപ്പിക്കുന്നത്ര ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 യേശുവിന് മുമ്പ് എല്ലാവരും യാഗങ്ങൾ പോലെ പല ആചാരങ്ങൾ ചെയ്ത് രക്ഷ എന്ന കാര്യത്തെ അന്വേഷിച്ചു. പക്ഷേ യേശു ലോകത്തിന്റെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് എല്ലാവർക്കും സൗജന്യമായിട്ട് തന്നെ രക്ഷ നൽകിക്കൊണ്ട് ഏറ്റവും അവസാനത്തെ യാഗമായി മാറി. റോമർ 6:23 ഇങ്ങനെ പറയുന്നു: പാപം ശമ്പളമായി നൽകുന്നത് മൃത്യുവാണ്, എന്നാൽ ദൈവം ദാനമായി നൽകുന്നതോ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനാകുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ സമയത്ത് തന്നെ പാപത്തെയും മരണത്തെയും എന്നേക്കുമായി പരാജയപ്പെടുത്തി. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്നതിന്റെ വാഗ്ദത്തമാണ് ആ ശൂന്യമാക്കപ്പെട്ട കല്ലറ. യേശു ഭൂമിയിൽ വന്നിട്ടിപ്പോൾ ഏകദേശം 1000കണക്കിന് വർഷങ്ങളായി. ഇന്നും പല ജീവിതങ്ങളെ പ്രചോദിപ്പിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസത്തിലൂടെയോ അല്ലെങ്കിൽ ചരിത്രത്തിലൂടെയോ നോക്കിയാലും ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കല്ലറ. ക്രിസ്ത്യാനികൾക്ക് ശൂന്യമായ കല്ലറ വെറും ഒരു പുരാവസ്തു കേന്ദ്രമല്ല, യേശു ഇന്നും ജീവിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. മരണം അവസാനമല്ല എന്ന വാഗ്ദാനമാണിത്. ഈ ശൂന്യമാക്കപ്പെട്ട കല്ലറ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ ഓടി വരുന്ന കാര്യം? അത് ഒരു പുരാതന രഹസ്യം മാത്രമാണോ, അതോ മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രത്യാശയാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പ്രത്യേകം ഓർക്കുക, യേശു ഉയർത്തെഴുന്നേറ്റു, എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഇന്നും ജീവിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.